നമസ്കാരം. യുദ്ധവും സമാധാനവും. ലിയോ ടോൾസ്റ്റോയ്. ലോകസാഹിത്യത്തിലെ ശുക്രനക്ഷത്രമാണ് ലിയോ ടോൾസ്റ്റോയ്. 1828 സെപ്റ്റംബർ 9 തുടങ്ങി 1910 അവസാനിച്ച ഒരു ഇതിഹാസമായിരുന്നു ആ ജീവിതം. യുദ്ധവും സമാധാനവും, അന്ന കരീനീന, ഉയിർത്തെഴുന്നേൽപ്പ്, ഇവാൻ ഇല്യനിച്ചിൻ്റെ മരണം, എൻ്റെ കുമ്പസാരം എന്നിങ്ങനെ വിസ്തൃതമായ കുറേ കൃതികൾ മനുഷ്യമനസ്സിൻ്റെ ആഴങ്ങളിൽ നിന്നും മുത്തുവാരുന്ന ഒരു മഹാദാർശനികൻ്റെ ജീവിക്കുന്ന സ്മാരകങ്ങൾ. കാലദേശങ്ങളെ മറികടക്കുന്ന മഹത്തായ രചനകളാണ് കൗണ്ട് ലിയോ നിക്കോളയിച്ച് ടോൾസ്റ്റോയുടെ തൂലികയിൽ നിന്നും ലോകത്തിന് വീണുകിട്ടിയത്. യുദ്ധവും സമാധാനവും തന്നെ അതിനുദാഹരണം. യുദ്ധത്തിൻ്റെ ചോരക്കൊതിയും മനുഷ്യൻ്റെ സമാധാനപ്രിയവും നിലനിൽക്കുന്നിടത്തോളം ഈ അപൂർവ സൃഷ്ടി നിലനിൽക്കുക തന്നെ ചെയ്യും. കേൾക്കാം ടോൾസ്റ്റോയുടെ യുദ്ധവും സമാധാനവും. പീറ്റേഴ്സ്ബർഗിൽ അന്ന എന്ന കുലീനയായ സ്ത്രീ ഒരു വിരുന്നു സൽക്കാരം നടത്തുകയാണ്. ചിരിയും ബഹളവുമെല്ലാമുണ്ട്. എന്നാലും എല്ലാവർക്കും പറയാനുള്ളത് യുദ്ധത്തെക്കുറിച്ചാണ്. ഫ്രഞ്ച് ചക്രവർത്തി നെപ്പോളിയൻ യൂറോപ്പാകെയും വെട്ടിപ്പിടിച്ച് മുന്നേറുകയാണ്. റഷ്യയും ആക്രമിക്കപ്പെടും എന്നുറപ്പായി കഴിഞ്ഞു. റഷ്യക്കാർ പിന്നെ അത് പറയാതിരിക്കുമോ? വിരുന്നിൽ പങ്കെടുത്ത പല യുവാക്കളും റഷ്യയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ തയ്യാറായിരുന്നു. ആൻഡ്രി എന്ന യുവാവാണെങ്കിൽ സൈന്യത്തിൽ ചേരാൻ തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു. ഗർഭിണിയായ ഭാര്യ ലിസയെ നാട്ടിലാക്കി അയാൾ യുദ്ധത്തിന് പോയി. പക്ഷേ ആൻഡ്രിയുടെ സുഹൃത്ത് പിയറിന് യുദ്ധത്തിന് പോകാൻ വയ്യ. ഭയം കൊണ്ടല്ല, നെപ്പോളിയൻ മഹാനാണെന്ന് അയാൾ കരുതിയിരുന്നു. പണിയൊന്നുമില്ലാതെ കുറെ വിഷമിച്ചെങ്കിലും അച്ഛൻ്റെ മരണത്തോടെ പിയർ സ്വത്തവകാശിയായി. ആവശ്യം പോലെ പണം. അതോടെ അയാളുടെ കാര്യസ്ഥൻ മകൾ ഹെലനെ പിയറിൻ്റെ തലയിൽ കെട്ടിവച്ചു. സുന്ദരിയെങ്കിലും അഹങ്കാരിയാണവൾ. അവളുടെ സഹോദരൻ കുഗാറിൻ ആണെങ്കിൽ ഒരസുര വിത്തായിരുന്നു, ശുദ്ധ തെമ്മാടി. ആൻഡ്രി യുദ്ധഭൂമിയിലാണ്. സേനാനായകൻ്റെ അംഗരക്ഷകനായിരുന്നു അദ്ദേഹം. യുദ്ധം തുടങ്ങി. മലവെള്ളം പോലെ പാഞ്ഞു വരുന്ന ഫ്രഞ്ച് സൈന്യം, മഴ പോലെ വെടിയുണ്ടകൾ, ഇടിവെട്ടും പോലെ പീരങ്കി ഗുണ്ടുകൾ, മരണമാണെങ്ങും. റഷ്യൻ സൈന്യം തിരിഞ്ഞോടി. ആൻഡ്രി ശക്തമായി പൊരുതി. പക്ഷേ അവസാനം വീണുപോയി. മരിച്ചിട്ടില്ല എന്നറിഞ്ഞ് നെപ്പോളിയൻ ആ ശത്രുഭടനെ എടുപ്പിച്ച് കൊണ്ടുപോയി ചികിത്സിച്ചു. ആൻഡ്രിയുടെ ഭാര്യ ലിസയ്ക്ക് പ്രസവവേദന തുടങ്ങിക്കഴിഞ്ഞപ്പോഴാണ് മരിച്ചുപോയി എന്ന് കരുതിയിരുന്ന അയാൾ വീട്ടിൽ വന്നത്. വേദന കൊണ്ട് പുളയുന്ന ഭാര്യ ആൻഡ്രിയെ കണ്ടെങ്കിലും മനസ്സിലാക്കിയില്ല. അവൾ പ്രസവിച്ചു. അതോടെ നിശ്ചലമായി. 2 വർഷത്തോളം ഭാര്യയുടെ മരണം ആൻഡ്രിയെ വേട്ടയാടി. റസോവ് പ്രഭുവിൻ്റെ മകളാണ് നടാഷ. എപ്പോഴും ആഹ്ലാദമാണവൾക്ക്. ആൻഡ്രിയും നടാഷയും തമ്മിൽ സാവധാനമെടുത്തു. 1 വർഷത്തിനകം വിവാഹം കഴിക്കാം എന്നവർ തീരുമാനമെടുത്തു. 1 വർഷത്തേക്ക് ആൻഡ്രി നാടുവിട്ടുപോയി. പിയറിൻ്റെ ഭാര്യ ഹെലൻ ഇതിനകം ഒരു പട്ടാളക്കാരനുമായി അടുപ്പത്തിലായി. സഹികെട്ട പിയർ അയാളുമായി ഏറ്റുമുട്ടി. അബദ്ധത്തിൽ പിയർ അയാളെ കൊല്ലുകയും ചെയ്തു. അതോടെ ഹെലനും പിയറും തമ്മിൽ പിരിഞ്ഞു. ഹെലൻ്റെ സഹോദരൻ തെമ്മാടിയായ കുഗാറിൻ നടാഷയെ കണ്ടു. അയാൾ അവളെ തന്ത്രത്തിൽ പാട്ടിലാക്കി. ആൻഡ്രിയുമായി വിവാഹനിശ്ചയം കഴിഞ്ഞ പെണ്ണാണെന്ന കാര്യം അവൾ മറന്നുപോയി. വിവരമറിഞ്ഞ് ദുഃഖിതനായ ആൻഡ്രി വീണ്ടും യുദ്ധത്തിന് പോയി. ആരോ കറക്കിവിട്ട പമ്പരം പോലെ യുദ്ധം തുടർന്നു. ആൻഡ്രിക്ക് ഗുരുതരമായി പരുക്കേറ്റു. ആശുപത്രിയിൽ അയാളുടെ അടുത്ത കെട്ടിലിൽ അതാ ഒരു കാൽ നഷ്ടപ്പെട്ട കുഗാറിൻ കിടക്കുന്നു, നടാഷയുടെ കാമുകൻ. എന്നിട്ടും ആൻഡ്രിക്ക് അയാളോട് സ്നേഹം തോന്നി. യുദ്ധം മനുഷ്യനെ മാറ്റിക്കളയും. നെപ്പോളിയൻ മുന്നേറിയതോടെ ഭയന്ന മോസ്കോവാസികൾ നഗരം വിട്ടു. നടാഷയും കുടുംബവും നാടുവിടുമ്പോൾ മുറിവേറ്റ കുറേ പട്ടാളക്കാരെയും വണ്ടിയിൽ കയറ്റി. അതിൽ ആൻഡ്രിയും ഉണ്ടായിരുന്നു. ചെയ്തുപോയ തെറ്റുകൾക്ക് നടാഷ ആൻഡ്രിയോട് മാപ്പിരന്നു. പക്ഷെ അവളുടെ ശുശ്രൂഷയ്ക്കും ആൻഡ്രിയെ രക്ഷിക്കാനായില്ല. സമാധാനത്തോടെ അയാൾ മരിച്ചു. മോസ്കോയിലെത്തിയ ഫ്രഞ്ച് സൈന്യം അച്ചടക്കരാഹിത്യത്താൽ ചത്തൊടുങ്ങി. കടുത്ത മഞ്ഞും അവരെ കൊന്നു വീഴ്ത്തി. ഒടുവിൽ നെപ്പോളിയൻ മടങ്ങി. മോസ്കോയിൽ സമാധാനകാലം വന്നു. പിയർ നടാഷയെ വിവാഹം കഴിച്ചു. അങ്ങനെ ജീവിതങ്ങൾ വീണ്ടും തളിർത്തു. കഥ അവസാനിച്ചു. നന്ദി.